അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ വേറെ കുറച്ച് സ്വിച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതാണ് ഇതിൽ ഹൈലൈറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓട്ടോമോട്ടീവ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു റോബോട്ടിക് കാറിന്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ആ സാധനം ഞാൻ പർച്ചേസ് ചെയ്തത് സൗദിയിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ ബ്രാൻഡ് കാര്യങ്ങൾ പിന്നെ അതിൽ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ടിക് കാർ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ചേച്ചിയാണ്. ചേച്ചി അൺബോക്സ് കരോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ആർ സി കാർ എന്നൊക്കെ അതിൻ്റെ ഇതുമ്മ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊരു റോബോട്ടിക് കാറാണ്. ഈ സാധനം നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഈ ആർ സി കാർ അങ്ങനെ കാറൊക്കെ റിമോട്ട് കാറിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പുകൾ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ടോയ് കാർസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എന്നാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക തന്നെ വേണം. എനിക്കറിയുന്ന കാര്യങ്ങളും പിന്നെ ഇതിൽ ഞാൻ ഇത് കണ്ടോ, ഈ മൗണ്ടൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അതെന്തിനാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി അൺബോക്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അൺബോക്സ് ചെയ്ത് ഞാൻ ട്രെയിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്തു, പിന്നെ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ബോക്സിൻ്റെ ഒപ്പം വരുന്നത് നമുക്ക് ഇതിൽ വരുന്ന ബാറ്ററി റീചാർജബിൾ ആണ്. 3.7 വോൾട്ട് റീചാർജബിൾ ബാറ്ററി ആയിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതൊക്കെ ക്ലോക്കിലിടുന്ന പോലത്തെ 1.2ൻ്റെ ബാറ്ററിയാണ് ഇതിന്മേൽ വരുന്നത്. ഇത് ജോയ്സ്റ്റിക്ക് നമ്മൾ കയ്യിൽമേ ഇട്ടിട്ട് കൈ കൊണ്ടുള്ള ആക്ഷനിൽ നമ്മുടെ കാറ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ആട്ടോ ഇത്. പിന്നെ നമ്മുടെ സാധാ ജോയ്സ്റ്റിക്ക് റിമോട്ട്, ഇത് കണ്ട പി സിയിലേക്ക് കളിക്കുന്ന ജോയ്സ്റ്റിക്ക് പോലുള്ള ഒരു റിമോട്ട് ഉണ്ട്. അപ്പം ഇതിലും കുറച്ച് ഫീച്ചേഴ്സ് ലോഡഡാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഈ സ്വിച്ചസ് ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോട്ടലി ഇത് വെച്ചിട്ടായിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അതും ചെക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ. പിന്നെ ഓൾസോ നമുക്ക് ഇത് ഈ സാധനം കൊണ്ട് കിട്ടുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം മൊത്തത്തിൽ മറിഞ്ഞു വീണാലും ഫ്ലിപ്പ് അടിച്ചാലും നമുക്ക് പൊക്കി ഓടിക്കാൻ പറ്റും. അതിന് ഇവിടെ ഓയിൽ ലോഡ് ചെയ്യാനുള്ള സംഭവം കേട്ടോ. ഇവിടെ ഓയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോക്സ് കാണിച്ചത് ഇതാണ് ബോക്സ്. അപ്പോൾ ഇതിന്മേ എന്തൊട്ട് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല. അത് സ്പ്രേ ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ് കേട്ടോ, സ്റ്റൺ സ്പ്രേ ടോഷൻ കാർ. അപ്പോൾ അതിൻ്റെ കവർമ വന്നാക്കുന്ന ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കൊള്ളാം. അതേ കളർ സ്കീമിൽ തന്നെയാണ് നമ്മുടെ വണ്ടിയും വന്നിരിക്കുന്നത് കേട്ടോ. വണ്ടി വെച്ച് നമ്മുടെ ടോയ് കാർ. പിന്നെ ഇതിൻ്റെ വേണ്ട ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് മാനുവലൊന്നുമില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ പോസ് ചെയ്ത് വായിച്ചോട്ടാ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആ കാണുന്ന ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കത്തും. ഓണായതിനു ശേഷം നമ്മുടെ ജോയ്സ്റ്റിക്കുമ്മേ ഓണെന്നൊരു സ്വിച്ച് ഉണ്ട്. ഇത് ഓണാക്കിയാൽ ഒരു മ്യൂസിക് വരും. മ്യൂസിക് ഓഫാക്കാൻ ഇതെവിടെ. ഇപ്പോൾ നമ്മൾ മ്യൂസിക് ഓഫാക്കേണ്ടി കേട്ടോ. ഇനി ആണ് കൺട്രോളിങ്. വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്കിൽ കണ്ടോ, ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്, അത് കത്തിക്കണം കണ്ടോ. ഇപ്പോൾ കത്തി. അതിൻ്റെ സ്വിച്ച് ഇത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വണ്ടിയുടെ ശരിക്കും ഫേസ് ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡ് വരാം കേട്ടോ. പിന്നെ ജോയ്സ്റ്റിക്കൊക്കെ സിമ്പിൾ കൺട്രോളിങ് ആണ്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. ഫ്രണ്ട്, ബാക്ക്, റൈറ്റ്, ലെഫ്റ്റ്. അപ്പോൾ ഇതിൽ വേറെ കുറച്ച് സ്വിച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതാണ് ഇതിൽ ഹൈലൈറ്റ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ചെറിയൊരു എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നു, അവിടെ തടസ്സം വരുവാണെങ്കിൽ ഇത് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് തന്നെ കണ്ട വണ്ടി ഇത്രയും ഹൈറ്റിലോട്ട് ലിഫ്റ്റ് ആവും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. പിന്നെ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ ആ ഡയറക്ഷനിലോട്ട്, ലെഫ്റ്റിലോട്ട്, റൈറ്റിലോട്ട് 360 ഡിഗ്രി ഡയറക്ഷനിലോട്ട് നമുക്ക് വണ്ടി കണ്ട ആ ആംഗിൾ വൈസ് കൊണ്ടുപോകാം, റിട്ടേൺ കൊണ്ടുപോകാം. ഏത് ഡയറക്ഷനിൽ വേണം അങ്ങനെ നമുക്ക് ഫുൾ സെറ്റപ്പ് ആട്ടോ. അത് ഈ രണ്ട് ബട്ടൺ ഡമ്മി ബട്ടൺ ആട്ടോ, ഇത് പർപ്പസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്താക്കുന്ന സെറ്റപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമോണ്ടറാ മഹേഷേ കമോ. അപ്പോൾ ഇതിന്മേ ഞാൻ ചെയ്താക്കുന്ന സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള ഒരു മൗണ്ട് ഉണ്ടല്ലോ, ഇതിന്മേ എൻ്റെ ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്തിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്തിട്ട് വീട്ടിൻ്റെ ഉള്ളിലുള്ള വിഷ്വൽസ് ഇവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ക്യാമറ, DJയുടെ ഓസ്മോ ആക്ഷനാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിൻ മൗണ്ട് മേടിക്കാൻ കിട്ടും, വലിയ പൈസ ഒന്നും വരില്ല. അപ്പോൾ 3Mൻ്റെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചിൻ മൗണ്ട് ഇതാ
കണക്ട് ചെയ്ത് കൊടുക്കും. ഇത് ജെ മൗണ്ട് ആട്ടോ, ചിൻ മൗണ്ടുമ്പോൾ നമ്മുടെ ജെ മൗണ്ട് കണക്ട് ചെയ്തു. ജെ മൗണ്ട് കണക്ട് ചെയ്തിട്ട് ക്യാമറ ഏത് ആംഗിളിൽ വേണോ ആ ആംഗിളിൽ സെറ്റ് ചെയ്തിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ഡി ജെയുടെ ആപ്പ് ഫോണിൽ കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം കേട്ടോ. അതായത് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് ക്യാമറയുടെ വിഷ്വൽസ് ലൈവായിട്ട് കാണാൻ പറ്റും. അത് സൈഡിൽ വെച്ചിട്ട് ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് റൂമിൻ്റെ അടുത്ത് കൂടെ എങ്ങനെ വേണമെങ്കിലൊക്കെ ഓടിച്ചു പോകാൻ പറ്റും. അപ്പോൾ എത്ര റേഞ്ച് കിട്ടുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. കറക്റ്റ് എനിക്ക് എത്രയാണെന്ന് അറിയില്ല. ഞാൻ നേരത്തെ കാണിച്ച മാനുവലി നിങ്ങൾ വായിച്ചു കേട്ടോ പോസ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. ഇനി ഫുള്ള് എൻ്റെ വീടിനുള്ളിൽ വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത് ക്യാമറ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ റൂമിലെ വിഷ്വൽസ് ആട്ടാണ്. അപ്പം ഇങ്ങനെയും ചില പർപ്പസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സാധനം നേരെ നമുക്ക് പുറത്തു കൊണ്ടുപോയിട്ട് ഓടിച്ചു നോക്കട്ടെ. അപ്പം നിങ്ങൾ കാണുന്നത് ഫുള്ള് നമ്മുടെ ക്യാമറയിലുള്ള വ്യൂ. ഈ സാധനം അത്യാവശ്യം റഫായിട്ടുള്ള റോഡിൽ കൂടെ ഒക്കെ ഓടുണ്ടാ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ വണ്ടി വരും. ഈ സാധനം കൊണ്ട് നമുക്ക് അപ്പോൾ ഇതുമ്മ കണ്ടോ നമ്മൾ ഇത് ഫുള്ള് പൊക്കിയിട്ട് ഓടിച്ചുകൊണ്ട് താഴെ ഫുള്ള് ബേബി മെറ്റലായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതല്ലാതെ ഞാൻ ഓടിക്കുമ്പോൾ എങ്ങനെ മൂവ് ആകുന്നുള്ളത് കാണിച്ചു കേട്ടോ. നമുക്ക് ഈ ഒരു സ്പീഡ് കിട്ടും. ഇതിനും സ്പീഡ് നമുക്ക് നമ്മുടെ മറ്റേ ഹാൻഡിൽ യൂസ് ചെയ്യുന്ന ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യാനൊക്കെ കിട്ടും കേട്ടോ. കുഴപ്പമില്ലാത്ത സർഫസിലൊക്കെ അത്യാവശ്യം സ്പീഡ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ നമ്മുടെ റോബോട്ടിക് കാറിൻ്റെ വീഡിയോ. അപ്പോൾ ആകെ വേർത്ത് വണ്ടിയുടെ പണി എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആകെ വേർത്ത് കുളിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആ കാറ് കണ്ടത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കുറേ പോരായ്മകളുണ്ടെന്നറിയാം. പിന്നെ ഇങ്ങനൊരു കണ്ടന്റ് നമ്മുടെ ചാനലിൽ വരാത്തതാണ്. പിന്നെ ജസ്റ്റ് ആ ഒരു കാറ് കണ്ട സമയത്ത് അത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഇട്ടാട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊന്നും ഇടാൻ ഇവിടെ കിട്ടുമായിരിക്കും. ആമസോണിൽ ഉണ്ടോ നോക്കി നോക്കാം. സിമിലറായിട്ട് വലിയ കാറ് കാണുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാത്ത. അല്ലെങ്കിൽ ഈ കാറിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടിരിക്കുമ്പോൾ ഗൈസ്.